ബാധിക്കുന്ന രണ്ട് കണ്ടീഷനാണ് ക്രെട്ടനിസവും ഹൈപ്പോതൈറോയിഡിസവും. ഈ ക്രെട്ടനിസം ബാധിക്കുന്നത് കുട്ടികളെയാണ് അല്ലേ. 128ാമത്തെ ബില്ലാണ്. 128ാമത്തെ ബില്ല് 128ാമത്തെ ബില്ല്. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികൾ, ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയും പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുമാണ്. ഓക്കെ, നമുക്ക് ഒരു 80 ചോദ്യങ്ങൾ 80 ചോദ്യങ്ങൾ. ഓക്കെ, പ്രിലിംസ് നിലവാരത്തിലുള്ള 80 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ശരി, നമുക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഓരോ ചോദ്യമായിട്ട് എടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഒഡീസിയസ് എന്ന പേടകത്തിന്റെ പ്രത്യേകത എന്നാണ് ചോദ്യം. ഒഡീസിയസ് നമ്മൾ മുമ്പും കറണ്ട് അഫയേഴ്സ് വർക്കൗട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് അല്ലെ. വിജയകരമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. അപ്പൊ ആ വർഷം ഒന്ന് ഓർത്ത് വെച്ച് വേണം. 2024 ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ പറയുന്ന ഒഡീസിയസ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത് അല്ലേ. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ സ്വകാര്യ ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇതിൽ ഏതോ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലാണ് 2023 ജൂലൈ 14 ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകളിൽ നിന്നുള്ള 269 അംഗ സൈനിക യൂണിറ്റ് പങ്കെടുക്കുന്ന ചോദ്യം. അപ്പോഴേ 2023 ജൂലൈ 14 ഓക്കെ, ഏത് രാജ്യത്തിന്റെയാണ്? ഫ്രാൻസ് അല്ലേ, ഫ്രാൻസിന്റെ. ഓക്കെ, ഫ്രാൻസിന്റെ ആഘോഷത്തിലാണ്, ദേശീയ ദിനാഘോഷത്തിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന കരസേനയിൽ നിന്നും വ്യോമസേനയിൽ നിന്നും അതുപോലെ നാവികസേനയിൽ നിന്നും ടോട്ടൽ 269 അംഗങ്ങൾ എന്ത് ചെയ്തത്, പങ്കെടുത്തത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി, ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൊത്തം സീറ്റുകളുടെ 1/3 ചെയ്യാൻ വ്യവസ്ഥ ചെയ്ത നാരിശക്തി വന്ദന അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണ്. വളരെ ആൻസർ ഓപ്ഷൻ ഡി, 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓക്കെ, ഇനി വേറെ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനമായി നമ്മുടെ രാജ്യത്തെ 6ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? ബില്ല് എത്രാമത്തെയാ? പിള്ളേരെ 128ാമത്തെ ബില്ലാണ്. 128ാമത്തെ ബില്ല് 128ാമത്തെ ബില്ല്. ഓക്കെ, ഇത് എന്നാണ് അവതരിപ്പിച്ചത്? സെപ്റ്റംബർ 19 അവതരിപ്പിച്ചു അല്ലെ. സെപ്റ്റംബർ 19 അവതരിപ്പിച്ചത് നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാളാണ് അവതരിപ്പിച്ചത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയൊന്നും ഓർത്തിരിക്കുക. 106ാമത്തെ ബില്ല് 106ാമത്തെ ഭേദഗതി 128ാമത്തെ ബില്ല് 106ാമത്തെ ഭേദഗതി 128ാമത്തെ ബില്ല്. ഓക്കെ, സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ 19 അർജുൻ റാം മേഘ്വാളാണ് അവതരിപ്പിച്ചത്. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബില്ല് കൂടിയാണത് അല്ലേ. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബില്ല് കൂടിയാണത്. ഓക്കെ, അതുകൊണ്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ചെയ്തേ. കോടതി വിധികളിലും രേഖകളിലും പതിവായി കടന്നുകൂടുന്ന സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങളും വിശേഷണങ്ങളും ഒഴിവാക്കാൻ ഏത് ഭരണഘടനാ സ്ഥാപനമാണ് കോമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന കൈപ്പുസ്തകം പുറത്തിറക്കുന്ന ചോദ്യം? കോമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന കൈപുസ്തകം പുറത്തിറക്കിയത് സുപ്രീം കോടതിയാണ് അല്ലെ. ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് കോമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന പുസ്തകം പുറത്തിറക്കിയത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏത് കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്? അപ്പോൾ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്, ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജിം കോർബറ്റിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഏത് സംരക്ഷിത മേഖലയിലാണ്? ഏത് ടൈഗർ റിസർവിലാണ്? കേരളത്തിൽ പെരിയാറിലാണോ പറമ്പിക്കുളത്താണോ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്? പെരിയാറുമുണ്ട്, പറമ്പിക്കുളവും ഉണ്ട് കടുവ സങ്കേതങ്ങള്. അത് പറമ്പിക്കുളത്തിലല്ല ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ കടുവകൾ പറമ്പിക്കുളത്തല്ലേ പുതിയ കണക്ക് പ്രകാരം? ഓക്കെ, പറമ്പിക്കുളം എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ. പറമ്പിക്കുളം എന്നാണ് എന്റെ ഓർമ്മ.
ഇന്ത്യയിൽ ജിം കോർബറ്റും കേരളത്തിൽ പറമ്പിലുള്ളതിന്റെ ഓർമ്മ. ഓക്കെ, എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശരി. അടുത്ത ഏത് വിദേശ രാജ്യമാണ് 2023 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടുത്തെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ നെയിൽ നൽകി ആദരിച്ചത്? അപ്പൊ നെയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നെയിൽ, ഓർഡർ ഓഫ് ദി നെയിൽ എന്ന് പറയുമ്പോൾ ഏത് രാജ്യമാണ്? ഓർഡർ ഓഫ് ദി നെയിൽ എന്ന് പറയുമ്പോൾ ഈജിപ്റ്റ് ആണല്ലേ, ഇവിടെ ഈജിപ്റ്റ് ആണ്. ഓപ്ഷൻ ബി, ഈജിപ്റ്റ് ആണ് ആൻസർ. ഓർഡർ ഓഫ് ദി നെയിൽ കൊടുത്തത് ഈജിപ്റ്റ് ആണ്, ഈജിപ്റ്റ്. ഓക്കെ, അടുത്ത മഹാരാഷ്ട്ര സർക്കാർ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം നൽകി ആദരിച്ചത് ആരെന്നാണ് ചോദ്യം. അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഉദ്യോഗരത്ന പുരസ്കാരം ആദ്യമായി കിട്ടിയത് രത്തൻ ടാറ്റയ്ക്കാണ്, രത്തൻ ടാറ്റയ്ക്കാണ്. ഓക്കെ, അടുത്ത് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 180 മത്സരം പൂർത്തിയാക്കിയ ആദ്യ താരം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 180 മത്സരം പൂർത്തിയാക്കിയ ആദ്യ താരമാണ് ഹർമൻപ്രീത് കൗർ അല്ലെ, ഹർമൻപ്രീത് കൗർ ആണ്, ഹർമൻപ്രീത് കൗർ ആണ്. ഈ ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, അതാരെന്നറിയാവോ? ഹർമൻപ്രീത് കൗർ നമ്മുടെ ദേശീയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. ഓക്കെ, ഹർമൻപ്രീത് സിംഗ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ് കേട്ടോ. നമ്മൾ ഒളിമ്പിക്സിലൊക്കെ പോയ ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് കേട്ടോ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരാണ്? ഈ ഹർമൻപ്രീത് സിംഗ് ആണ്, ഓർത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇതിൽ ഏത് കമ്മീഷനാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശുപാർശ ചെയ്തത്? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം, ഇത് നമുക്ക് റീസെന്റ് ആയിട്ട് ചോദ്യം വന്നതാണ്. ഏത് കമ്മീഷൻ? അവിടെ ഖാദർ കമ്മീഷൻ അല്ലേ, MA ഖാദർ കമ്മീഷൻ, MA ഖാദർ കമ്മീഷൻ ആണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശുപാർശ ചെയ്ത കമ്മീഷൻ. ഏതാണ്ട് MA ഖാദർ കമ്മീഷൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത 10ാമത്തെ ചോദ്യം, ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായ കമ്പാല ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കമ്പാല, കമ്പാല ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് അല്ലെ, കമ്പാല ഉഗാണ്ടയുടെ തലസ്ഥാനമാണ്, ഉഗാണ്ടയുടെ. അടുത്ത ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയവരും അവരുടെ കായിക ഇനങ്ങൾ നൽകിയിരിക്കുന്നു. തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. തെറ്റായ ജോഡി. ഓക്കെ, ആൻസർ ചെയ്തേ ഒന്ന്. ആൻസർ ചെയ്തോ, സെക്കൻഡ് ഞാൻ പോകേണ്ടതായിരുന്നു. ഓക്കെ, പിള്ളേർ ഉത്തരം കിട്ടിയോ? ആൻസർ ദീപക് പൂനിയ അത്ലറ്റിക്സ് ആണ് ആൻസർ. കാരണം ദീപക് പൂനിയ ഏത് ഇനമാണ് വരുന്നത്? ദീപക് പൂനിയ, അവിടെ ദീപക് പൂനിയ ഗുസ്തിയാണല്ലേ, ദീപക് പൂനിയ ഗുസ്തിയാണ്. പക്ഷെ ഇവിടെ അത്ലറ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻസർ ദീപക് പൂനിയാണ്. ദീപക് പൂനിയ ഏതാ വരുന്ന പിള്ളേരെ? ഗുസ്തിയാണ് കേട്ടോ, ഗുസ്തിയാണ് ദീപക് പൂനിയയുടെ ഇനം. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഇനി അടുത്ത ചോദ്യം. ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകൾ നോക്കി വെച്ചു വേണ്ട. നിഖാത്ത് സരീൻ, നമ്മൾ ഇന്നലെ പറയുന്നത് നിഹാൽ സരീനുമുണ്ട്, നിഖാത്ത് സരീനുമുണ്ട്. നിഖാത്ത് സരീൻ ബോക്സിംഗ് ആണ്, ലക്ഷ്യ സെൻ ബാഡ്മിന്റൺ ആണ്, നവീൻ മാലിക്കും ഗുസ്തിയാണ്, നവീൻ മാലിക്കും ഗുസ്തിയാണ്. ഈ പേരിലൊക്കെ ഒന്ന് നോക്കി വെച്ചോണേ നിങ്ങള്. ഓക്കെ, ദീപക് പുനിയ ഗുസ്തിയാണ്, നിഖാത്ത് സരീൻ ബോക്സിംഗ് ആണ്, ലക്ഷ്യ സെൻ ബാഡ്മിന്റൺ ആണ്, നവീൻ മാലിക് ഗുസ്തിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ 2023 വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് ലഭിച്ച ജഗ മിഷൻ പദ്ധതി ഏത് സംസ്ഥാനമാണ് നടപ്പിൽ വരുത്തിയത്? ജഗ മിഷൻ പദ്ധതി നടപ്പിൽ വരുത്തിയ സംസ്ഥാനം ഏതാണ് ചോദ്യം. അവിടെ ജഗ മിഷൻ പദ്ധതി നടപ്പിൽ വരുത്തിയത് ഓപ്ഷൻ ബി ഒഡീഷയാണ് അല്ലെ, ഒഡീഷയാണ് ജഗ മിഷൻ പദ്ധതി നടപ്പിൽ വരുത്തിയത്, ഒഡീഷയാണ്. ഒഡീഷ പഠിച്ചോണേ. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2023 വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് ലഭിച്ച ജഗ മിഷൻ പദ്ധതി നടപ്പിലാക്കിയത് ഒഡീഷ. ഓക്കെ, അടുത്ത പ്രീവിയസ് ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാഗത്തേച്ചു ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ആ മാഗത്തേച്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാനിലാണല്ലേ, ഭൂട്ടാനിലാണ് മാഗത്തേച്ചു ജലവൈദ്യുത പദ്ധതി, ഭൂട്ടാനിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഭൂട്ടാനിലാണ്. അടുത്ത ചോദ്യം, 1ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു മരിച്ച 3727 ഇന്ത്യൻ സൈനികരുടെ സ്മരണ നിലനിർത്തുന്ന ഹീലിയോപോളിസ് യുദ്ധസ്മാരകം 2023 ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വീണ്ടും വാർത്തകളിൽ ഇടം നേടി. ഏത് രാജ്യത്താണ് ഈ സ്മാരകം എന്നാണ് ചോദ്യം. ഹീലിയോപോളിസ് യുദ്ധസ്മാരകം ഏത് രാജ്യത്താണ് ചോദ്യം. വളരെ ആൻസർ ഓപ്ഷൻ സി ഈജിപ്റ്റ് ആണ്. ഈജിപ്റ്റ്. ഓക്കെ, 1ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച 3727 ഇന്ത്യൻ സൈനികരുടെ സ്മരണ നിലനിർത്തുന്ന ഹീലിയോപോളിസ് യുദ്ധസ്മാരകം അത് ഈജിപ്തിൽ. ഓക്കെ, അടുത്ത് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ സാഗർ ആങ്കലൻ മാർഗനിർദ്ദേശങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
അവളുടെ സാഗർ ആങ്കലൻ മാർഗനിർദ്ദേശങ്ങൾ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ടതാണ് സാഗർ ആങ്കലൻ മാർഗനിർദ്ദേശങ്ങൾ കേട്ടോ. തുറമുഖങ്ങളുടെ കാര്യക്ഷമത. ഓക്കെ. അടുത്ത ചോദ്യം, 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഓക്കെ. 1, വേദിയായ സംസ്ഥാനം തമിഴ്നാട്. 2, ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 3, 36 സ്വർണ്ണമടക്കം 87 മെഡൽ നേടിയ കേരളത്തിന്റെ സ്ഥാനം 5 ആയിരുന്നു. ഒന്ന് ചെയ്തേ. 37ാം ദേശീയ ഗെയിംസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വേദിയായ സംസ്ഥാനം തമിഴ്നാട്, ശരിയാണോ? അല്ല, വേദിയായ സംസ്ഥാനം ഏതായിരുന്നു? വേദിയായ സംസ്ഥാനം ഗോവയായിരുന്നു അല്ലെ. വേദിയായ സംസ്ഥാനം ഏതായിരുന്നു? ഗോവയായിരുന്നു വേദിയായ സംസ്ഥാനം. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ശരി. അപ്പൊ ഒന്നാമത്തെ തെറ്റാകുമ്പോ തന്നെ നിങ്ങൾ ഓപ്ഷൻ ഇട്ടാൽ പഠിച്ചോണേ. അതായത് എ നമുക്ക് വെട്ടിക്കളയാം, എല്ലാം ശരി നമുക്ക് വെട്ടിക്കളയാം. അതായത് നമുക്ക് സിയും വെട്ടിക്കളയാം. അതായത് 1, 3 എന്നുള്ളത് എന്ത് ചെയ്യാൻ പിള്ളേരെ വെട്ടിക്കളയാം. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത് സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അല്ലെ. മഹാരാഷ്ട്ര അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. പിന്നെ കേരളത്തിന് 5ാം സ്ഥാനം, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് 2ഉം 3ഉം ശരി. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം ശരി എന്നാണ് ആൻസർ കേട്ടാ. ഓക്കെ, അപ്പോഴേ വേദി ഗോവ, ഏറ്റവും കൂടുതൽ മെഡൽ 1ാം സ്ഥാനം ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കും കേരളത്തിന് 5ാം സ്ഥാനമായിരുന്നു കേട്ടോ. ഓക്കെ. അടുത്ത്, പ്രിയ രവീന്ദ്രൻ സംവിധാനം ചെയ്ത നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ് ചോദ്യം പിള്ളേരെ. ആൻസർ ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് നീതിപാതയിലെ ധീരവനിത. സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രൻ. ഓക്കെ. അടുത്ത, ഇക്കൂട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയ ബാങ്കുകളിൽ ഉൾപ്പെടാതെ ഏതാണ് ചോദ്യം. ഓക്കെ, ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയ ബാങ്കുകളിൽ ഉൾപ്പെടാതെ ഏതാണ് ചോദ്യം. ഓക്കെ, ആരെന്നുള്ളത് കമന്റ് ചെയ്തേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. കാനറ ബാങ്ക് ആണ് കേട്ടോ. കാനറ ബാങ്ക് ആണ് ആൻസർ. ഓക്കെ, ശരി. എത്ര ബാങ്കുകൾക്കാണ് ഈ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയത്? എത്ര ബാങ്കുകൾക്കാ? ഓക്കെ, അറിയത്തില്ല ആർക്കും. എത്ര ബാങ്കുകൾക്കാണ് നൽകിയത്? ഓക്കെ, എടാ ഇതിലുള്ള ബാക്കി 3 ബാങ്കുകൾക്കാണ് നൽകിയത് കേട്ടോ. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്. മനസ്സിലായല്ലേ? ഈ 3 ബാങ്കുകൾക്കാണ് നൽകിയത് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്. ഈ 3 ബാങ്കുകൾക്കാണ് പദവി നൽകിയത്. 3 ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ളൂ. അത് ഈ 3 തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ICICIയും and HDFC. ഈ 3 ബാങ്കുകൾക്കാണ് ഈ പറയുന്ന പദവി, അതായത് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയിട്ടുള്ളത് ഈ 3 ബാങ്കുകൾക്ക് മാത്രമാണ് കേട്ടോ. ഓക്കെ. അടുത്ത്, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഏത് ദിനമായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് ചോദ്യം. ഓക്കെ, ഓഗസ്റ്റ് 23 നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. ഓക്കെ. അടുത്ത്, ശുചിത്വ ഭാരതം എന്ന ലക്ഷ്യവുമായി രാജ്യമെങ്ങും സുലഭ സാമൂഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ച ഏത് സാമൂഹിക പ്രവർത്തകനെയാണ് 2024 രാജ്യം മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി ആദരിച്ചത്? ഓക്കെ, രാജ്യമെങ്ങും സുലഭ സാമൂഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ച സാമൂഹിക പ്രവർത്തകൻ അതാരാണ്ടാ? ഓക്കെ, അത് ബിന്ദേശ്വർ പതക്കാണ് അല്ലെ. ബിന്ദേശ്വർ പതക്കാണ് ആൻസർ. ഓപ്ഷൻ ഡി, ബിന്ദേശ്വർ പതക്കാണ് ആൻസർ കേട്ടാ. ബിന്ദേശ്വർ പതക്കാണ് ആൻസർ. ഓക്കെ, ശരി. ഇനി അപ്പം കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു. കറണ്ട് അഫയേഴ്സിൽ ഒരു 10-12 ക്വസ്റ്റ്യനൊക്കെ സ്ഥിരം ചോദിക്കുന്നതും ബാക്കിയുള്ളൊരു 8 ഇത്തിരി റയർ ആയിട്ടുള്ളതും ആയിരുന്നു. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള 60 ചോദ്യം കൂടെ ചെയ്യാം. വിപ്ലവകാരികൾ സമുന്നത നേതാവ് എന്ന് ബ്രിട്ടീഷ് മേധാവി ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയാണ് അല്ലെ. ഝാൻസി റാണിയാണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതെന്ന് ചോദ്യം.
സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. 1906 കൽക്കട്ട സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസ് വേദിയിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഓക്കെ. സുരക്ഷാ വാൽവ് തിയറി INC രൂപീകരണവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ, അതും ശരിയാണ്. ഓക്കെ. പിന്നെ നമുക്കത് മാറ്റാനുള്ള കാരണം എന്താണ്ടാ, നമുക്ക് അതും ചോദിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്ന് ആ സമ്മേളനം മാറ്റിയിട്ട് ആദ്യ സമ്മേളനം നടന്ന എവിടെയാ? 885 ആദ്യ സമ്മേളനം നടന്ന എവിടെയാ? ബോംബെയിലാണ് ആദ്യ സമ്മേളനം നടന്നത്. ഈ പൂനെയിൽ നിന്നത് മാറ്റാനുള്ള കാരണം എന്താണ്? അത് പിള്ളേരെ പൂനെയിൽ പ്ലേഗ് പടർന്ന് പിടിച്ചത് കൊണ്ടാണ് കേട്ടോ. പൂനെയിൽ പ്ലേഗ് പടർന്ന് പിടിച്ചത് കൊണ്ടാണ് ആദ്യ സമ്മേളനം എങ്ങോട്ടേക്ക് മാറ്റിയത്? ഈ പറയുന്ന ബോംബെയിലേക്ക് മാറ്റിയത്. ഓക്കെ. അടുത്ത് 1906 കൽക്കട്ട സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം. ഓക്കെ. പിള്ളേർ അത് തെറ്റാണ്. 1906 കൽക്കട്ട സമ്മേളനത്തിലല്ല അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത്. അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത് 1912 ബംഗിപ്പൂർ സമ്മേളനത്തിലാണ് അല്ലെ. 1912 ബംഗിപ്പൂർ സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത്. 1912 ബംഗിപ്പൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുക്കുന്നത്. ഓക്കെ. ഈ ഒരു സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ബംഗിപ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ പിള്ളേരെ അത് RN മധോൽക്കർ ആണല്ലേ. RN മധോൽക്കർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. RN മധോൽക്കർ ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ. അതുപോലെ തന്നെ കോൺഗ്രസ് വേദിയിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അത് ശരിയാണ്. ഓക്കെ. ഈ 11 കൊൽക്കത്ത കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ BN ദറ ആയിരുന്നു അല്ലെ. BN ദറ ആയിരുന്നു. കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ. BN ദറ ആയിരുന്നു കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഓക്കെ. ക്ലിയർ ആണല്ലോ. വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത്. ഓക്കെ. 1896 കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? അത് വളരെ റഹമത്തുള്ള സയാനി അല്ലേ. റഹമത്തുള്ള സയാനി ആയിരുന്നു. റഹമത്തുള്ള സയാനി ആയിരുന്നു 1896 കൊൽക്കത്ത സമ്മേളനത്തില് അധ്യക്ഷൻ. ആ സമ്മേളനത്തിലാണ് ഈ വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത്. അത് ആദ്യമായി ആലപിച്ചത് ആരാണ്? അത് നമ്മുടെ ടാഗോറാണ് ആദ്യമായിട്ട് ആലപിച്ചത് കേട്ടാ. വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത് ടാഗോറാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇവയിൽ ആദ്യം നടന്ന സംഭവം ഏതാണ് ചോദ്യം? അവിടെ നോക്കാം. ചൗരി ചൗര സംഭവം 1922 അല്ല. ചൗരി ചൗര സംഭവം 1922. മുസ്ലിം ലീഗ് രൂപീകരണം 1906. 1906. സൂറത്ത് വിഭജനം, സൂറത്ത് സ്പ്ലിറ്റ് 1907. അഹമ്മദാബാദ് മിൽ സമരം 1918. 1918 അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം നടന്നത് മുസ്ലിം ലീഗ് രൂപീകരണമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. മുസ്ലിം ലീഗ് രൂപീകരണമാണ് ആദ്യം നടന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. അടുത്ത്, സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകൻ. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണെന്ന് പ്രസ്താവിച്ചത്. അടുത്ത്, മഹാത്മജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. മഹാത്മജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് മറാത്തി ഭാഷയിലാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു മഹാത്മജിയെ എന്റെ ഏകാംഗ സേന എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഓക്കെ. മഹാത്മജി ഉദ്ദേശിക്കുന്നത് ഗാന്ധിജിയാണ് കേട്ടോ. ഓക്കെ. പിള്ളേരെ, മഹാത്മജി ഹരിജൻ പത്രം, അതായത് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ച മറാത്തി ഭാഷയിലാണോ? പിള്ളേരെ, മഹാത്മജി അതായത് ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഹരിജൻ പത്രം ഏത് വർഷമാ? ഹരിജൻ പത്രം 1933 33 ഹരിജൻ പത്രം ആരംഭിക്കുന്നത്. 33 ആരംഭിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹിന്ദു സ്വരാജ് ഏത് വർഷമാണ്? ഹിന്ദു സ്വരാജ് ഏത് വർഷമാണ്? ഹിന്ദു സ്വരാജ് 1909 ആണ്. ഹിന്ദു സ്വരാജ് 1909.
ഓക്കെ, ഹരിജൻ 1933. ഈ ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയൂടാ, മീനിങ് ഓഫ് ഹരിജൻ എന്താണ്? ഹരിജൻ, ഹരി ആരാണ്? ഹരി, നമ്മൾ ഹിന്ദു മിത്തോളജി പ്രകാരം ഹരി എന്ന് ഉദ്ദേശിക്കുന്നത് വിഷ്ണുവിനെയാണ് അല്ലെ. ഹരിജൻ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ മക്കൾ, അതായത് അതാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ദൈവത്തിന്റെ മക്കൾ എന്ന അർത്ഥത്തിലാണ് ഹരിജൻ എന്ന് പറയുന്നത്. ഹരിയുടെ ജനങ്ങൾ, അതായത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഈ പറയുന്ന ഈ അധസ്ഥിത വിഭാഗങ്ങളെയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും സൂചിപ്പിക്കാനായി ഗാന്ധിജി ഉപയോഗിച്ച വാക്കാണ് ഹരിജൻ. ഹരിജന്റെ മീനിങ് ആണ് ഇങ്ങനെ, ഹരിജനം. ഓക്കെ, ഹരിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന എന്താണ് ഇവിടെ ദൈവത്തിന്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന മീനിങ് ആണ് കേട്ടോ. ഓക്കെ, 1933 ഹരിജൻ പത്രം പുറത്തിറങ്ങുന്നത്. അത് മെയിനായിട്ട് പുറത്തിറങ്ങിയത് ഗുജറാത്തി ഭാഷയിലാണ് പുറത്തിറങ്ങിയത്. പക്ഷെ ഗുജറാത്തി മാത്രമല്ല, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിന്ദി, ബംഗാളി, ഈ ഭാഷകളിലെല്ലാം ഹരിജൻ പത്രം പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1955 വരെയാണ് ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത്. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഹിന്ദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബംഗാളി. അപ്പൊ മെയിൻ ആയിട്ട് ഏതാണ്ട് ഗുജറാത്തിയാണ് മെയിനായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഗുജറാത്തി പത്രമായിരുന്നു. ഓക്കെ, അടുത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു മഹാത്മജിയെ എന്റെ ഏകാംഗ സേന വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൈ വൺ മാൻ ആർമി എന്ന് മൗണ്ട് ബാറ്റൻ, നമ്മുടെ അവസാനത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണ്. രണ്ട് മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. ഓക്കെ, മൈ വൺ മാൻ ആർമി എന്ന് മൗണ്ട് ബാറ്റൻ, നമ്മുടെ അവസാനത്തെ വൈസ്രോയ് ആയിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള മൗണ്ട് ബാറ്റൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത രക്തമാംസാദികളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരത്തില്ല. നമുക്ക് സ്ഥിരം കാണുന്ന ഒരു പോയിന്റാണ്, നമുക്ക് സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പഠിക്കാൻ പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, വരും തലമുറകൾ ഇങ്ങനെ ഒരാളിവിടെ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞത്. ഏത് നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച വേളയിൽ അവിടുത്തെ രാജാവായിരുന്നു രാജാ ഹരിസിംഗ്? നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചോദ്യമാണ്. കാശ്മീർ ആണല്ലേ, രാജാ ഹരിസിംഗ് കാശ്മീരാണ്, കാശ്മീർ. അടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനരേകീകരണ കമ്മീഷനിൽ അംഗമായിരുന്ന ഏക മലയാളിയാണ് സർദാർ KM പണിക്കർ. ഓക്കെ, വളരെ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് സർദാർ KM പണിക്കർ അല്ല. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് VP മേനോനാണ്. VP മേനോന്റെ പുസ്തകമാണ് അല്ലെ. VP മേനോന്റെ പുസ്തകം എന്ന ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും. പിന്നെ നമ്മൾ ഒരു പുസ്തകം പഠിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അല്ലെ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകവും അവരുടേതാണ്, VP മേനോന്റെ പുസ്തകമാണ്. ഓക്കെ, സർദാർ KM പണിക്കരുടെ പുസ്തകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് കേരള ഉണ്ട്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറങ്കി പടയാളി, കേരള സിംഹം, രണ്ട് ചൈനകൾ, ഇതൊക്കെ ആരുടെ പുസ്തകങ്ങളാണ്? സർദാർ KM പണിക്കരുടെ പുസ്തകങ്ങളാണ്. ഹിസ്റ്ററി ഓഫ് കേരള, പറങ്കി പടയാളി, കേരള സിംഹം, രണ്ട് ചൈനകൾ, ഇതൊക്കെ ആരുടെ പുസ്തകമാണ്? KM പണിക്കരുടെ പുസ്തകങ്ങളാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന പുനരേകീകരണ കമ്മീഷനിൽ അംഗമായിരുന്ന ഏക മലയാളിയാണ് സർദാർ KM പണിക്കർ. അത് ശരിയാണല്ലേ? അത് ശരിയാണ്. ഓക്കെ, അപ്പൊ രണ്ട് മാത്രം ശരി. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏതാണ്? ചെയ്തേ. ഓക്കെ, ചോദ്യം ഇതാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ശരിയാണല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ 1948. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗോവ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. ഓക്കെ, ഗോവ, അത് 1961 നമ്മൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ഓപ്പറേഷൻ വിജയ് നടത്തിയിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ വിജയ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി. നമ്മൾ ഗോവ വിമോചന ദിനമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. December 19 ഗോവ വിമോചന ദിനം അല്ലെ. ഓക്കെ, December 19 ഗോവ വിമോചന ദിനം. അടുത്ത് ഓപ്ഷൻ സി നോക്കിയേ. സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരർക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ശരിയാണോ? അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 84 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അത് ശരിയാണ്. അടുത്ത് സിയാച്ചിൻ, 84 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്ത് സിയാച്ചിൻ മഞ്ഞുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ പരാക്രം. ഓക്കെ,
ഓപ്പറേഷൻ പരാക്രം അല്ല, സിയാച്ചിൽ നടത്തിയത് നമ്മൾ ഓപ്പറേഷൻ മേഘദൂതാണ് അല്ലെ. സിയാച്ചിൽ മഞ്ഞുമലകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയതാണ് ഏത് പിള്ളേരെ? മേഘദൂത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മുടെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടാ ഓപ്പറേഷൻ അനന്ത ഇതെന്ന് കറക്റ്റ് വെച്ച് കഴിഞ്ഞാല് രണ്ടു മൂന്നെണ്ണം ഉണ്ട്, നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മളിപ്പം ഈ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ മറ്റേ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ അനന്തയുണ്ട്. ഇനി അല്ലാതെ നമ്മുടെ ഈ നാഷണൽ ലെവലിൽ ഏതെങ്കിലും അനന്തം ഉണ്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓപ്പറേഷൻ അനന്തം നമ്മൾ മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് നമ്മൾ ട്രിവാൻഡ്രത്തെ ആ ഒരു വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചൊരു മിഷനാണ് ഓപ്പറേഷൻ അനന്ത. ഓക്കെ, അല്ലാതെ വേറെ ഏതെങ്കിലും നാഷണൽ ലെവൽ മിഷൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഇത് ഓർത്ത് വെച്ചോണേ. ഈ പരാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പാർലമെന്റ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരാക്രമം കേട്ടോ. ശരി, അടുത്ത 1999 കാർഗിൽ യുദ്ധവേളയിൽ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? കാർഗിൽ യുദ്ധവേളയിൽ പിള്ളേർ AB വാജ്പേയി ആണല്ലേ, AB വാജ്പേയി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരെയും കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡിയെന്ന ചോദ്യം. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ശരിയാണ് അല്ലേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. രണ്ടാമത്തെ നോക്കിയടാ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് അല്ല കേട്ടാ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ, ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, അടുത്ത് മൗലിക അവകാശവും ന്യൂനപക്ഷവും ഉപദേശക സമിതി ആരായിരുന്നു? ഉപദേശക കമ്മിറ്റി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. മൗലിക അവകാശം ന്യൂനപക്ഷം ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി ആയിരുന്നു. അപ്പൊ രണ്ടാമത്തതാണ് തെറ്റായിട്ട് വരുന്നത് അല്ലെ. രണ്ടാമത്തെയാണ് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ, ക്ലിയർ ആണ്. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികൾ, ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയും പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുമാണ് കേട്ടോ. സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ആരായിരുന്നു? സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിക്കും ആരാണ് നേതൃത്വം കൊടുത്തത് പിള്ളേരെ? രാജേന്ദ്ര പ്രസാദ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 5-ാം ഭാഗം എന്ന് പറയുന്നത് തെറ്റാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് 4A പറയുന്നത് അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ 4A 4A ആണ്. ഓക്കെ, അപ്പോഴ് ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് മാത്രം ശരി, ഓപ്ഷൻ D ആണ്. ഒന്ന് മാത്രം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കൽ, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തൽ. ഓക്കെ, ഇതില് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കൽ ശരിയാണ്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ശരിയാണ്. രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തൽ അതും ശരിയാണ്. എന്നാൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ആർട്ടിക്കിൾ 18 പ്രകാരം എന്താണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ് അല്ലെ. തലക്കെട്ടുകൾ നിർത്തലാക്കുക അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 9 ആണല്ലേ ഇവിടെ. പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 9 പാർട്ട് 9 പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം? കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ഒരു കേസ് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡമസ്. അത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന തടയുന്ന റിട്ടാണ് കോവാറന്റോ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ഒരു കേസ് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് മാൻഡമസ് അല്ല അല്ലേ പിള്ളേർ? മാൻഡമസ് അല്ല. അത് ഏതാണ്? അത് സെർഷ്യോററി ആണ് അല്ലേ. സെർഷ്യോററി മനസ്സിലായില്ലേ? സെർഷ്യോററി ആണ്. സെർഷ്യോററി ആണ് അല്ലേ. ഒരു ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗ സ്ഥാപനത്തോട് അയാളുടെ കടമ ചെയ്യാൻ പറയുന്നതാണ് മാൻഡമസ് അല്ലേ.
കടമ ചെയ്യുക, അതായത് എല്ലാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥാപനത്തോട് കടമ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നാം കൽപ്പിക്കുന്നു, നാം ആജ്ഞാപിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്നത് മാൻഡമസ് ആണ്. ഈ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കേസ് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് എന്ന് കഴിഞ്ഞാൽ സെഷ്യോററിയാണ്. അതുപോലെ തന്നെ ഒരു കോടതി അധികാര പരിധി ഒരു കോടതി അധികാര പരിധി ലംഘിക്കുന്നതിന് തടയുന്നതാണ് ഏത്, പ്രൊഹിബിഷൻ അല്ലേ ഇവിടെ, പ്രൊഹിബിഷൻ. അപ്പൊ നമുക്ക് അങ്ങനെയും ചോദിക്കുന്നത്, കോടതികൾ അധികാര പരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ട് എന്ന് ചോദിക്കും. അത് ഈ പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ തടയുക അല്ലെ, തടയുക. ഓക്കെ, അടുത്ത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ചെയ്തേ, പടിഞ്ഞാറൻ തീരസമതലം. വളരെ പടിഞ്ഞാറൻ തീരസമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ശരിയാണോ? പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അത് ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. പടിഞ്ഞാറൻ തീരസമതലത്തിലല്ല ഡെൽറ്റ രൂപീകരണം, അത് നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. കിഴക്കൻ തീരസമതലത്തിലാണ് ഡെൽറ്റ രൂപീകരണം. താരതമ്യേന വീതി കൂടുതൽ പടിഞ്ഞാറാണോ കിഴക്കാണോ? അവിടെ വീതി കൂടുതൽ താരതമ്യേന വീതി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്കാണല്ലേ, അതും കിഴക്കാണ് വീതി കൂടുതൽ. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത് അറബിക്കടലിലും പശ്ചിമഘട്ടത്തിലും ഇവിടെ സ്ഥിതി ചെയ്യുന്നു, അതേതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബന്ധമില്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉം പടിഞ്ഞാറൻ തീരസമതലമായിട്ട് എന്തില്ല, ബന്ധമില്ല അല്ലേ. ഓക്കെ, 2ഉം 3ഉമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ബന്ധമില്ലാത്തത്. അപ്പൊ ഓപ്ഷൻ ബി ആയിട്ട് വരും ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ഇവയിൽ ഗോദാവരി നദിയുടെ പോഷക നദി എന്നാണ് ചോദ്യം. ഗോദാവരിയുടേത് പെൺഗംഗയാണല്ലേ, പെൺഗംഗയാണ് ഗോദാവരിയുടെ പോഷക നദി, പെൺഗംഗയാണ്. തുംഗഭദ്രയുടെ പോഷക നദിയാ തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, കൃഷ്ണ നദിയുടെ പോഷക നദി. തുംഗഭദ്രയും ഭീമയും ഒക്കെ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ടീസ്റ്റയുടെ പോഷക നദിയാണ് ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ അല്ലേ. ഓക്കെ, ടീസ്റ്റ ബ്രഹ്മപുത്രയുടേതാണ്. അടുത്ത ബനാസ്, അറിയോ? ബനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ഗംഗാ നദി, അതായത് യമുന നദിയുടെ പോഷക നദിയാണ്. നമുക്ക് അത് വേണമെങ്കിൽ യമുനി എന്നോ ഗംഗയെന്നോ ഒക്കെ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഒഴുകി യമുനയിലെത്തുന്നു, യമുനയിൽ നിന്ന് ഗംഗയിലെത്തുന്നു. ഓക്കെ, ബനാസ് എന്നുള്ള നദി. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ചെയ്തേ. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് സിവാലിക്. അത് തെറ്റാണല്ലോ പിള്ളേരെ. ഹിമാലയ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? അത് ഹിമാദ്രിയാണ്. അത് തെറ്റാണ്, ഹിമാദ്രി തെറ്റാണ്. ഓക്കെ, നമ്മൾ അതിന് ഹിമാദ്രി അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, അത് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ശരിയാണോ? ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദ്യം. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഡെക്കാൻ മേഖലയിൽ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഓക്കെ പിള്ളേരെ, അവിടെ നമ്മൾ നോക്കുമ്പോൾ സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നർമ്മദ നദി ശരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി, അതും ശരിയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. അൽമാട്ടി ഡാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും വിഷമം അലട്ടുമ്പോൾ നമ്മൾ കൃഷ്ണ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി അല്ലേ. ഓക്കെ, കൃഷ്ണ ദൈവമല്ലേ, അപ്പൊ കൃഷ്ണ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഓർത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഗോദാവരി, അത് തെറ്റാണ് അല്ലെ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഈ ഗോദാവരി ദുഃഖമാണ്. ഗോദാവരി അല്ല, സോറി, ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ദാമോദർ എവിടുത്തെ ദുഃഖമാണ്?
ദാമോദർ. ബംഗാളിലെ ദുഃഖം ദാമോദർ ആണ്. ബംഗാളിലെ ദുഃഖം ദാമോദർ ആണ്. ഓക്കെ. കോസി എവിടുത്തെ ദുഃഖമാണ്? കോസി. ഓക്കെ. കോസി ബീഹാറിന്റെ ദുഃഖമാണ് അല്ലേ? കോസി ബീഹാറിന്റെ ദുഃഖമാണ്. കോസി ബീഹാറിന്റെ ദുഃഖമാണ്. ഓക്കെ. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? അസമിന്റെ ദുഃഖം. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന റെയിൽവേ സോൺ ഏതാണ് ചോദ്യം? തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന റെയിൽവേ സോൺ ഏതാണ് ചോദ്യം? റെയിൽവേ സോൺ. വളരെ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണല്ലേ? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന റെയിൽവേ സോൺ. ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ എവിടെയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്? സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണത്താണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. സൗത്ത് കോസ്റ്റ് നമുക്കറിയാം സദേൺ റെയിൽവേ ചെന്നൈ ആണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ എന്ന് കേട്ട് കഴിഞ്ഞാൽ വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണം വൈശാഖിലാണ്. വിശാഖപട്ടണത്തിലാണ് ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ നിലവിൽ വന്നത് കേട്ടോ. ഓക്കെ. അടുത്ത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ് ആണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മാർട്ടിൻ ഡിയോൺ ആണ്. പരസ്പരം കോർത്ത 5 നിറങ്ങളുള്ള വലയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നം. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. ഓക്കെ. ഇതില് ആദ്യത്തെ ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ് ശരിയാണ്. ഓക്കെ. പരസ്പരം കോർത്ത 5 നിറങ്ങളുള്ള വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നം, അതും ശരിയാണ്. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്, അതും ശരിയാണ്. എന്നാൽ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ പിയറി ഡി കുബർട്ടിൻ ആണ് അല്ലേ? പിയറി ഡി കുബർട്ടിൻ ആണ്. നമ്മൾ ഇന്നാളെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ ചോദ്യം. പിയറി ഡി കുബർട്ടിൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്? ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിൻ ആണ് കേട്ടോ. ഓക്കെ. അടുത്ത്, ഇവയിൽ ഏത് കായിക ഇനത്തിലാണ് ഓരോ വർഷത്തും 9 കളിക്കാർ വീതം കളിക്കുന്നത്? ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്ന വർഷം 1896 ആണ്. 1896 ആദ്യത്തെ ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് നടന്നത്. 1896 കേട്ടോ. ഏതൻസ്, ഗ്രീസിന്റെ തലസ്ഥാനമായിട്ടുള്ള ഏതൻസ് വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ. പറഞ്ഞേടാ, ഇവയിൽ ഏത് കായിക ഇനത്തിലാണ് ഓരോ വർഷത്ത് 9 കളിക്കാര്? അവിടെ ഓപ്ഷൻ എ ബേസ്ബോൾ ആണ്. ബേസ്ബോളിലാണ് ഒരു വർഷത്ത് 9 കളിക്കാർ കളിക്കുന്നത് കേട്ടോ. ബേസ്ബോളിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഓക്കെ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ, മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ സ്വർഗദൂതൻ, തകഴിയുടെ ആദ്യ നോവൽ ഏണിപ്പടികൾ, മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ പാറപ്പുറം. വളരെ ഇതില് തെറ്റായത് ഓപ്ഷൻ സി, തകഴിയുടെ ആദ്യ നോവൽ ഏണിപ്പടികൾ എന്നാണ്. തകഴിയുടെ ആദ്യ നോവൽ ഏതാ? തകഴിയുടെ ആദ്യ നോവല് വളരെ തകഴിയുടെ ആദ്യ നോവല് ത്യാഗത്തിന്റെ പ്രതിഫലമാണ് കേട്ടോ. കയറല്ല. ത്യാഗത്തിന്റെ പ്രതിഫലമാണ് തകഴിയുടെ ആദ്യ നോവൽ കേട്ടോ. ത്യാഗത്തിന്റെ പ്രതിഫലമാണ് തകഴിയുടെ ആദ്യ നോവൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ ആണ്. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. വിഖ്യാത ചിത്രകാരിയായ അമൃത ഷേർഗിൽ ജനിച്ചത് ഹംഗറിയിലാണ്. വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രം KCS പണിക്കരുടേതാണ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെ ശരിയാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ഒപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിന്ന് മുന്നോട്ട് പോകാം. കാരണം എല്ലാവരും ഇപ്പൊ ശരിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? അത് അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ ചിത്രം വരച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ബാക്കിയൊക്കെ നോക്കിക്കോണേ. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ. പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ ആണ്. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ തന്നെ വിഖ്യാത ചിത്രകാരിയായ അമൃത ഷേർഗിൽ ജനിച്ചത് ഹംഗറിയിലാണ്. അമൃത ഷേർഗിൽ എന്ന ചിത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ് അല്ലെ? ഗ്രാമീണ ജീവിതം. അതുപോലെ വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രം വരച്ചത് KCS പണിക്കരാണ് അല്ലെ? വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രം വരച്ചത് KCS പണിക്കരാണ്. ഓക്കെ അല്ലേ? ശരി, അത് നോക്കിക്കോണേ. ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത്, ഇവയിൽ ഏത് ചലച്ചിത്രമാണ് കയ്യൂർ സമരത്തെ ആധാരമാക്കി നിർമ്മിച്ചത്? കയ്യൂർ സമരം.
കയ്യൂർ സമരം മീനമാസത്തിലെ സൂര്യൻ അല്ലേ? മീനമാസത്തിലെ സൂര്യനാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട സിനിമ. ഓക്കെ, ശരി. ആരാണ് ഇതിന്റെ സംവിധായകൻ? മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമയുടെ ലെനിൻ രാജേന്ദ്രനാണ് സംവിധായകൻ അല്ലേ? ലെനിൻ രാജേന്ദ്രനാണ് സംവിധായകൻ. ഓക്കെ. അടുത്ത്, കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ്? കുടുംബശ്രീയൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 1998 കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ. അടുത്ത, തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഒരേ നിയമസഭാ കാലത്ത് മന്ത്രി, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ വഹിച്ചത് PK വാസുദേവൻ നായരാണ്. 1969-77 കാലത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലിരുന്ന CH മേനോനാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മുഖ്യമന്ത്രി, ഈസി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുള്ളിയാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴൊക്കെ റീസണിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള പോയിന്റ് നോക്കി. ബാക്കിയുള്ള പോയിന്റ് ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ് അല്ലെ? മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ അല്ലെ? മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന് ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അതുപോലെ തന്നെ ഒരു നിയമസഭാ കാലത്ത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ വഹിച്ച വ്യക്തിയാണ് PKV അല്ലെങ്കിൽ PK വാസുദേവൻ നായർ. ഓക്കെ, 1969-77 കാലഘട്ടത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് ആരാണ്ട? C അച്യുതമേനോനാണ്. ഓക്കെ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ടത് ഏത് നദിയാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ ഏതാണ്ട് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴയാണ്. ഓക്കെ. ചിത്രകൂടൻ പക്ഷികളുടെ കൂടുകൾ ധാരാളമുള്ള പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ചിത്രകൂടൻ പക്ഷികളുടെ കൂടുകൾ ധാരാളമുള്ള പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? അപ്പോൾ പക്ഷിപ്പാതാളം ഓപ്ഷൻ എ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ്. ഓക്കെ. അടുത്ത, തെറ്റായ ജോഡി എന്ന ചോദ്യം. ഹാൻവീവ് കണ്ണൂര്, കാപ്പെക്സ് കൊല്ലം, റെപ്കോ ട്രിവാൻഡ്രം, കയർഫെഡ് ആലപ്പുഴ. ഓക്കെ, എന്റെ ആൻസർ ഏതാണ്ട റെപ്കോ തിരുവനന്തപുരം തെറ്റായ ജോഡിയാണ്. കാരണം റെപ്കോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റെപ്കോ എടാ ഈ കോട്ടയമല്ല. റെപ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ അല്ല, സഹകരണ സംഘമാണ് കേട്ടോ. റെപ്കോ എന്ന് പറയുന്നത് സഹകരണ സംഘമാണ്. അത് കണ്ണൂരിലാണ് കേട്ടോ. റെപ്കോ സഹകരണ സംഘം കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂര് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കോട്ടയമാണ്. കോർപ്പറേഷനും കോട്ടയമാണ്. എന്നാൽ റെപ്കോ എന്ന് പറയുന്ന സഹകരണ സംഘമാണ് കേട്ടോ. ഓക്കെ, അത് കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത്, കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമട ഏത് ജില്ലയിലെന്നാണ് ചോദ്യം. മുതലമട ഏത് ജില്ലയിലാണ്? മുതലമട പാലക്കാട് ജില്ലയിലാണ് അല്ലെ? മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമട പാലക്കാട് ജില്ലയിലാണ്. അടുത്ത, മലബാർ ജില്ല വിഭജിച്ച് 1957 ജനുവരി 1 രൂപം കൊണ്ട ജില്ലകളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? 1957 ജനുവരി 1 രൂപീകരിച്ച ജില്ലകൾ ഉൾപ്പെടാത്തത് ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഓക്കെ, 57 രൂപം കൊണ്ട ജില്ലകൾ, അതായത് മലബാറിനെ വിഭജിച്ച് രൂപം കൊണ്ട ജില്ലകൾ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയുണ്ട്? അത് നമ്മുടെ കോഴിക്കോട്, കണ്ണൂരുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? മലബാറിനെ വിഭജിച്ചിട്ട് പാലക്കാട്. ഈ 3 ജില്ലകളാണ് രൂപം കൊണ്ടത് കേട്ടോ. അതായത് മലബാറിനെ 57 ജനുവരി 1 വിഭജിച്ചിട്ട് രൂപം കൊണ്ടത്. 57 ജനുവരി 1 രൂപം കൊണ്ടത് ഏതൊക്കെയാണ്ടാ? പാലക്കാട്, കണ്ണൂർ, കോഴിക്കോടാണ്. കേട്ടോ. മലപ്പുറം ജില്ല രൂപം കൊള്ളുന്നത് 1969 മലപ്പുറം ജില്ല രൂപം കൊള്ളുന്നത്. 1969 മലപ്പുറം ജില്ല രൂപം കൊള്ളുന്നത്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപം കൊള്ളുന്നത്. 1969 ജൂൺ 16. മനസ്സിലായ? അപ്പൊ മലബാറിനെ വിഭജിച്ച് രൂപം കൊണ്ട 3 ജില്ലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട്, കണ്ണൂർ, പാലക്കാടാണ്. അത് 57 ജനുവരി 1 രൂപം കൊണ്ടത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഈ 57 വേറൊരു ജില്ലയും കൂടെ ഉണ്ട്. 57 ഓഗസ്റ്റ് 17 ഏത് ജില്ല? ആലപ്പുഴ ജില്ലയല്ലേ? ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല. ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല അല്ലേ? ആലപ്പുഴ ജില്ല. ഓക്കെ, ശരി. ഓഗസ്റ്റ് 17 ആലപ്പുഴയിൽ, ജനുവരി 1 കോഴിക്കോട്, കണ്ണൂര്, പാലക്കാട്. ഓക്കെ. അടുത്ത്, സഞ്ചാരികളെ ആകർഷിക്കുന്ന മേത്തൻ മണി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേത്തൻ മണി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു പാത കൂടെ നടന്നു ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും മേത്തൻ മണി. ഓക്കെ,
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മുടെ ഈ ഓരോ മണിക്കൂറിലും അതിങ്ങനെ മറ്റേ നമ്മൾ ഈ മണി അടിക്കുന്ന കൂട്ടത്തില് രണ്ട് ആടിന്റെ തല ഇങ്ങനെ വന്നിങ്ങനെ ഇടിക്കും. ഓക്കെ, അതാണ് മേത്തമണി. അതിപ്പോ വർക്കിംഗ് ആണെന്ന് അറിയാൻ വയ്യ, കുറെ കാലം അത് വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. അടുത്ത തെറ്റായ ജോഡി ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പ, മദർ തെരേസ വള്ളംകളി അച്ചൻകോവിൽ, ചമ്പക്കുളം മൂലം വള്ളംകളി പെരിയാറ്, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. അപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ്? അല്ല, ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് അല്ലെ? പമ്പാ നദിയിലാണ്. ഓക്കെ, ആറന്മുള ഉത്രട്ടാതി പമ്പ. ഓക്കെ, മദർ തെരേസ വള്ളംകളി അച്ചൻകോവില്, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായല്. ഓക്കെ, പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടിക്കായലിലും. എന്നാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന നെഹ്റു ട്രോഫി എവിടെയാണ്? നെഹ്റു ട്രോഫി പുന്നമടക്കായലിലാണ് അല്ലെ? പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടിക്കായലിലും പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന നെഹ്റു ട്രോഫി എവിടെയാണ്? അത് പുന്നമടക്കായലിലുമാണ്. ഓക്കെ, പുന്നമടക്കായലാണ്, ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു വള്ളംകളിയാണെങ്കിൽ കന്നേറ്റിക്കായലാണ്. ശ്രീനാരായണ ഗുരു വള്ളംകളി കന്നേറ്റിക്കായലാണ്. അതുപോലെ അയ്യങ്കാളി വള്ളംകളി വെള്ളായണി കായലിലാണ് അല്ലെ? അയ്യങ്കാളിയുടെ പേരിലുള്ള വള്ളംകളി വെള്ളായണി കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി വെള്ളായണി കായലിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത, കേരളത്തിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന ഖ്യാതി ഏതിനാണെന്നാണ് ചോദ്യം. അതുപോലെ പറമ്പിക്കുളത്തിനാണ് അല്ലെ? പറമ്പിക്കുളത്തിനാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനാണ് നമ്മളെ കേരളത്തിലൂടെ പ്രവേശിക്കാൻ കഴിയാത്തത്. ഓക്കെ, ശരി. കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1940 ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ തൃശ്ശൂരാണ് അല്ലേ? ഓപ്ഷൻ സി, തൃശ്ശൂര്. ഓക്കെ, അടുത്ത ചോദ്യം, ഇവയിൽ ഏത് സമരവുമായിട്ടാണ് കമ്മത്ത് ചിന്നമ്മ എന്ന വനിത ബന്ധപ്പെട്ടിരിക്കുന്നത്? കമ്മത്ത് ചിന്നമ്മ എന്ന വനിത ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദ്യം. കമ്മത്ത് ചിന്നമ്മ എന്ന വനിത ബന്ധപ്പെട്ടിരിക്കുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. മലബാർ കലാപമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, TR കൃഷ്ണസ്വാമി അയ്യരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. TR കൃഷ്ണസ്വാമി അയ്യരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓക്കെ, ആരെന്നുള്ളത് കമന്റ് ചെയ്തേ. വളരെ TR കൃഷ്ണസ്വാമി അയ്യരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു. ഓക്കെ, പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ലെഫ്റ്റ് ആയിരിക്കും. ശരി, അടുത്ത, ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തെ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചു. ശബരി ആശ്രമം പാലക്കാട് ജില്ല. നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ LGS ചോദിച്ചായിരുന്നു അല്ലെ? ഗാന്ധിജി സന്ദർശിച്ച ശബരി ആശ്രമം. അതും ശരിയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ശരിയാണോ? ഇല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തെ അദ്ദേഹം ഇല്ല. ക്വിറ്റ് ഇന്ത്യ സമരം അതായത് 1935 അദ്ദേഹം അന്തരിച്ചു കേട്ടോ. 1935 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം 42 അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഇല്ല. അപ്പൊ അതാണ് തെറ്റായ പ്രസ്താവന. താഴ്ന്ന ജാതിക്കാർക്ക് വിരുന്ന് നടത്തിയത് കൊണ്ട് സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. അത് ഈ ഒരു സംഭവമാണ് ഇദ്ദേഹത്തെ ഏറ്റവും ഫേമസ് ആക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് വിരുന്ന് നടത്തിയത് കൊണ്ട് ഈ സമുദായം ഇദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ TR കൃഷ്ണസ്വാമി അയ്യർ ഓർത്ത് വെച്ചോണം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു. ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തെ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചു. പാലക്കാടാണ് അകത്തെ തറ. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് വിരുന്ന് നടത്തിയത് കൊണ്ട് സമുദായം ഇദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത, ഇവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ആദിഭാഷയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത്. ഓക്കെ, പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. കൊച്ചി രാജാവ് കവി തിലക പട്ടം നൽകി. ഓക്കെ, പിന്നെ നമുക്കറിയാം കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ലെഫ്റ്റ് ആയിക്കോ, പെട്ടെന്ന് വാ, ഓർത്തെടുത്തിട്ട് വാ, പണ്ഡിറ്റ് കറുപ്പണയാണ് അല്ലേ? പണ്ഡിറ്റ് കറുപ്പണയാണ് നമ്മൾ കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പണയാണ്. അതുപോലെ കൊച്ചി രാജാവ് കവി തിലക പട്ടം നൽകിയത് ആർക്കാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, അപ്പൊ 1925 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാവുന്നത്. ഓർത്തിരിക്കുക. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഫാഗോസൈറ്റോസിസ് ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് അല്ലെ? മോണോസൈറ്റും
ന്യൂട്രോഫിലുമാണ്. ഓക്കെ, അടുത്ത ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? അപ്പോൾ രക്തസമ്മർദ്ദ നിരക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 80 120 അല്ല, 120 80 പറയേണ്ടത് കേട്ടോ. 120 80 mmHg ആണ് കേട്ടോ. അതിൽ 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷറുമാണ് അല്ലേ. ഓക്കെ, 120 സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷറുമാണ്. അതായത് നമ്മുടെ ഹൃദയം ഇങ്ങനെ സങ്കോചിക്കുമ്പോൾ നമ്മുടെ ധമനികളിലേക്ക് രക്തം കയറും. മനസ്സിലായ? രക്തം വെച്ച് കഴിഞ്ഞാൽ 70 ml രക്തമാണ് കയറുന്നത്. ഇതൊക്കെ പുതിയ എസ്റ്റേറ്റ് കൃത്യമായി പറയുന്നത് 70 ml രക്തമാണ് കയറുന്നത്. ഓക്കെ, ഈ 70 ml രക്തം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അതായത് ഓരോ ബീറ്റിലും 70 ml രക്തം വീതമാണ് കയറുന്നത്. ഓക്കെ, അപ്പം ഈ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ധമനികളിൽ ഒരു കൂടിയ മർദ്ദം അനുഭവപ്പെടും. ആ കൂടിയ മർദ്ദമാണ് 120. അതിനാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായ? എന്റെ ഹൃദയം വീണ്ടും പൂർവാവസ്ഥയിൽ വിശ്രമാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ഈ ധമനികളിൽ ഒരു കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടും. അതാണ് ഈ 80 എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണുള്ളത്? 80. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 70 ml കൂടെ ഓർത്തിരുന്നോണേ. അടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. വിഷമദൃഷ്ടി പരിഹരിക്കാൻ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ശരിയാണോ? അപ്പോഴേ നമ്മളെ ഹ്രസ്വദൃഷ്ടി അതായത് ഷോർട്ട് സൈറ്റ് അല്ലേ, ഷോർട്ട് സൈറ്റ് നമ്മൾ അതിനെ പറയുന്നത് എന്താ പറയുന്നത്? മയോപ്പിയ എന്ന് സയന്റിഫിക്കലി പറയും അല്ലെ, മയോപ്പിയ എന്ന് പറയും. മയോപ്പിയ. ഓക്കെ, മയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. അപ്പൊ അത് പരിഹരിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് കറക്റ്റാണ്. ഓക്കെ, എന്നാൽ ദീർഘദൃഷ്ടി നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് പറയുന്നത് അല്ലേ. ആ ദീർഘദൃഷ്ടി നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണല്ലേ. അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പം അത് ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത വിഷമദൃഷ്ടി നമ്മൾ എന്താ സയന്റിഫിക്കലി പറയുന്നേ? വിഷമദൃഷ്ടിയെ നമ്മൾ സയന്റിഫിക്കലി എന്താ പറയുന്നേ? വിഷമദൃഷ്ടിയെ നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. ഈ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ് കേട്ടോ. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ്. അത് ശരിയാണ്. ഓക്കെ, അതായത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി. അപ്പോൾ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് അമിലേസ് അല്ലേ. അമിലേസ്. ഓക്കെ, അമിലേസ് ആണ് കേട്ടോ. അമിലേസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. ഈ പെപ്സിനും ട്രിപ്സിനൊക്കെ ഓർത്ത് വെച്ചോണേ. ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ്. ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പ്രോട്ടീന് എന്താക്കി മാറ്റും? പെപ്റ്റൈഡ് ആക്കി മാറ്റും അല്ലേ. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. അതായത് ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ്. ഓക്കെ, ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെപ്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആമാശയ രസത്തിലെ രാസാഗ്നിയാണ് കേട്ടോ. ആമാശയ രസത്തിലെ രാസാഗ്നിയാണ് പെപ്സിൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, പെപ്സിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പ്രോട്ടീന് എന്താക്കി മാറ്റും? പെപ്റ്റോൺ ആക്കി മാറ്റും. പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റും അല്ലേ. പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ മറക്കണ്ട, പെപ്സിൻ ആമാശയ രസമാണ്. ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്ട? ആഗ്നേയരസമാണ്. ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. ട്രിപ്സിൻ ഡാ എടുത്ത് പെപ്റ്റൈഡ് കേട്ടോ. ഡാ പ്രോട്ടീൻ പെപ്റ്റൈഡ്. അതുപോലെ നമ്മുടെ പെപ്സിൻ എന്താണ്? പെപ്റ്റോൺ ആക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. പെപ്സിയുടെ പോണി എന്ന് ഓർത്താൽ ഇടാ. പെപ്സിയുടെ പോണി, പെപ്റ്റോൺ. പെപ്സി പോണി ഓർത്ത് മതി കേട്ടാ. ഓക്കെ, പെപ്റ്റോൺ. ശരി, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഇവയിൽ ഏത് പരിസ്ഥിതി പ്രസ്ഥാനമാണ് പാണ്ഡുരംഗ ഹെഗ്ഡെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്? പാണ്ഡുരംഗ ഹെഗ്ഡെയുടെ നേതൃത്വത്തില് 1983 കർണാടകയിൽ ആരംഭിച്ചതാണ്. 1953 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏതാ? അപ്പിക്കോ പ്രസ്ഥാനം അല്ലെ. അപ്പിക്കോ പ്രസ്ഥാനം. ഓക്കെ, 1983 കർണാടകയിൽ ആരംഭിച്ചതാണ് ഏത്? അപ്പിക്കോ പ്രസ്ഥാനം. ഓക്കെ, അടുത്ത, ഇവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്ത എന്നാണ് ചോദ്യം. ചെയ്തേ ഓക്സിജന്റെ. അപ്പോൾ ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജന്റെ ആവശ്യമില്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ഈ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ക്ലോറിൻ വാതകമാണ് അല്ലെ, ക്ലോറിൻ വാതകം. കാൽസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ വാതകവുമാണ് ഏതിന് ഉപയോഗിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ വാതകവുമാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. കൃത്രിമ ശ്വാസത്തിന് നമ്മൾ ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ അവായു ശ്വസനം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവായു ശ്വസനം. ഈ അവായു ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന ശ്വസനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവായു ശ്വസനം എന്ന് പറയുന്നത് അല്ലേ. ഓക്സിജൻ ഇല്ലാതെ നടക്കുന്നതിനാണ് നമ്മൾ അവായു ശ്വസനം എന്ന് പറയുന്നത്. ഈ അവായു ശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അവായു ശ്വസനം. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ശ്വസനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവായു ശ്വസനം എന്ന് പറയുന്നത്. ഈ അവായു ശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അടുത്ത, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, അതാണ് അപവർത്തനം അല്ലെ. അപവർത്തനം കേട്ടാ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. ഹേമറ്റൈറ്റ് ഇരുമ്പ്, സിന്നബാർ സ്വർണം, കലാമിൻ സിങ്ക്, ഇൽമാനൈറ്റ് ടൈറ്റാനിയം. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. സിന്നബാർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സിന്നബാർ എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ അയിരാണ് അല്ലെ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ അല്ലെ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഓക്കെ, സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. ഇവയിൽ ഏതാണ് ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം? നിഹോണിയമാണ് അല്ലെ. നിഹോണിയം. ഓക്കെ, നിഹോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജപ്പാന്റെ നിപ്പോൺ എന്ന പേര് വെച്ചിട്ട്, ജപ്പാനാണ് നിപ്പോൺ എന്നൊരു പേരുള്ള ജപ്പാനാണ്. അപ്പൊ ആ ഒരു പേര് വെച്ചിട്ടുള്ളതാണ് നിഹോണിയം എന്ന് പറയുന്നത്. നിഹോണിയം. ഓക്കെ, അടുത്ത, ഇവയിൽ കേശികത്വത്തിന് ഉദാഹരണം ഏതാണ് ചോദ്യം? കേശികത്വം. ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്, വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്. വളരെ ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത് കേശികത്വത്തിന് ഉദാഹരണമാണോ? ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത് കേശികത്തിന് ഉദാഹരണമാണ്. വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത് കേശികത്തിന് ഉദാഹരണമാണോ? അതും കേശികത്വത്തിന് ഉദാഹരണമാണ്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പൊപ്പിയെടുക്കുന്നതും എന്താണ്? കേശികത്വത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത്, വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതും എന്താണ്ട? കേശികത്വത്തിന് ഉദാഹരണമാണ്. അതായത് 1, 2, 3, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ശരി. നമ്മൾ ഈ വേർപ്പ് നമ്മൾ തുടക്കണേറ്റ് നമ്മളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ വേർപ്പ് നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുകയും ചെയ്യാവും. നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കും. അങ്ങോട്ട് 4 വര, ഇങ്ങോട്ട് 4 വര അല്ലേ. ഓക്കെ, ഒന്നുകിൽ നമ്മൾ ഇത് ഉരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ടവൽ വെച്ചിട്ട് നമ്മൾ മുഖോട്ട് ഉരയ്ക്കും. മനസ്സിലായ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനെ ഒപ്പിയെടുക്കാവോ. ഓക്കെ, അടുത്ത, ഇവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോഴേ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. ക്രട്ടനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇത്രയേ ഉള്ളൂ. അയഡിന്റെ കുറവ് മൂലം തൈറോക്സിൻ ഉൽപാദനം കുറയും. മനസ്സിലായില്ലേ? അയഡിന്റെ കുറവ് മൂലം എന്താണ്? തൈറോക്സിൻ ഉൽപാദനം കുറയും. അപ്പൊ ആ സമയത്ത് നമുക്ക് ബാധിക്കുന്ന 2 കണ്ടീഷനാണ് ക്രട്ടനിസവും ഹൈപ്പോതൈറോയിഡിസവും. ഈ ക്രട്ടനിസം ബാധിക്കുന്നത് കുട്ടികളെയാണ് അല്ലേ. ക്രട്ടനിസം ബാധിക്കുന്നത് കുട്ടികളെയാണ്. ഓക്കെ, മുതിർന്നവരെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് മിക്സഡിമ. അതായത് മുതിർന്നവരില് ഈ തൈറോക്സിന്റെ ഉൽപാദനം കുറയുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് മിക്സഡിമ. ഓക്കെ, അതായത് ഈ ക്രട്ടനിസം ഉണ്ടാകുന്നതും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നതും എല്ലാം അയഡിന്റെ കുറവ് മൂലം തന്നെയാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത്. അതായത് 1, 2, 3 എന്നതാണ് ആൻസർ. 1, 2, 3 ആണ് ആൻസർ കേട്ടോ. ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം പകരുന്നതൊക്കെ നമ്മൾ കുറെ തവണ പഠിച്ചിട്ടുണ്ട് പിള്ളേരെ. സമ്പർക്കം മൂലമാണ് കുഷ്ഠം പകരുന്നത് അല്ലെ. കുഷ്ഠം പകരുന്നത് സമ്പർക്കം മൂലമാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം? കാരുണ്യ ബെനവലന്റ് ഫണ്ട് പിള്ളേരെ 2012 AK ആന്റണിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ AK ആന്റണി ആ സമയത്ത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അല്ലേ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം 2012 സമയത്ത്. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത്.
അടുത്ത, ഇവയിൽ ഏത് പദ്ധതിയാണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിൽ വരുത്തിയത്? ഓക്കെ, അത് പിള്ളേരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നഗരങ്ങളിലെ ചേരി പ്രദേശങ്ങളിൽ ഉഷസ് എന്ന പദ്ധതിയാണ്, അല്ലെ? ഉഷസ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തവരുടെ കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ബിരുദതലം വരെ പഠന സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏതാ? സ്നേഹപൂർവം. ഏതാണ്? സ്നേഹപൂർവം. കേട്ടോ, സ്നേഹപൂർവം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത്, ഇവയിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത? വന്ധ്യത ജീവകം ഇ. ജീവകം ഇയുടെ കുറവുണ്ടാകുന്ന രോഗമാണ് ഏത്? വന്ധ്യത. അടുത്ത്, ഇവയിൽ ഏതാണ് ശാസ്ത്രീയമായി നാസോഫാരിഞ്ചൈറ്റിസ്? നാസോഫാരിഞ്ചൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമാണ്, അല്ലെ? ജലദോഷമാണ് നാസോഫാരിഞ്ചൈറ്റിസ്. അടുത്ത, ഷഡ്പദങ്ങൾ പകർത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? ഷഡ്പദങ്ങളിൽ ഷഡ്പദം നമുക്കറിയാം. മന്ത് പരത്തുന്നത് എന്താണ്? കൊതുകാണ്, അല്ലേ? കൊതുകാണ്. ചിക്കൻ ഗുനിയ പരത്തുന്നതും കൊതുകാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ്. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഏത് കൊതുകാണ്ട? ഈഡിസ് ഈജിപ്ഷി ആണ്, അല്ലെ? ഈഡിസ് ഈജിപ്ഷി എന്ന് പറഞ്ഞ കൊതുകാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ഓക്കെ. കാലാസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗമാണ് ഏത്? കാലാസർ. കാലാസർ സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗമാണ് കാലാസർ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ്. അത് മാത്രമല്ല മലിനജലം വഴിയും ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് മലിനജലം വഴിയാണ്, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് മലിനജലം വഴിയും. ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ്, അതായത് ബിയും അതുപോലെ തന്നെ സിയും ഡിയും ഒക്കെ പകരുന്നത് എങ്ങനെയാണ്? അത് വൈറസ് വഴിയാണ് കേട്ടോ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് മലിനജലത്തിലൂടെ, എയും ഇയും മലിനജലത്തിലൂടെ പകരുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഐ എ മലിനജലം കാണുമ്പോൾ നമ്മൾ ഐ എന്ന് പറയൂല, ഐ എന്ന് പറയും. അപ്പൊ ഐ എ. ഓക്കെ, ക്ലിയർ ആണ്. ബാക്കിയുള്ളത് വൈറസ് ആണ് കേട്ടോ. അടുത്ത, തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. നാവികയുടെ പ്ലേഗ് സ്കർവി, വിഷൂചിക കുഷ്ഠം, മാർജാന നൃത്തരോഗം മീനമാത, കറുത്തമരണം പ്ലേഗ്. അപ്പോൾ വിഷൂചിക എന്നറിയപ്പെടുന്നത് കുഷ്ഠമല്ല. വിഷൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ്, അല്ലെ? കോളറയാണ് വിഷൂചിക എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവയിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ് ചോദ്യം? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത് ഇതിൽ ഓപ്ഷൻ ഡി ഹണ്ടിങ്ടൺ രോഗമാണ്, അല്ലെ? ഹണ്ടിങ്ടൺ രോഗം. ഓപ്ഷൻ ഡി ഹണ്ടിങ്ടൺ രോഗമാണ്. സിലിക്കോസിസ് ബാധിക്കുന്നത് ലങ്സിനെയാണ്. സോറിയാസിസ് ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഓക്കെ. ഡിഫ്തീരിയ രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? ഡിഫ്തീരിയ രോഗം ബാധിക്കുന്നത് നമ്മുടെ ശ്ലേഷ്മ സ്തരങ്ങളെയാണ്, അല്ലെ? ശ്ലേഷ്മ സ്തരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തൊണ്ട എന്നൊക്കെ പറയാം, തൊണ്ട എന്ന് പറയാം. തൊണ്ടയല്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ടയിലെയും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലേക്കുള്ള നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ഡിഫ്തീരിയ. തൊണ്ടയെന്ന് പറയാനും കുഴപ്പമില്ല കേട്ടോ. തൊണ്ടയെ ബാധിക്കുന്ന തൊണ്ട മുള്ളതല്ലേ അറിയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ശ്ലേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ഈ പറയുന്ന ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 80 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കി. വളരെ പാടുള്ളതൊന്നുമല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ശരി. മാർക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യുക പിള്ളേരെ. ഞാൻ ചോദിക്കാം, ആ രീതിയിൽ കമന്റ് ചെയ്താൽ മതി. 75+ ആക്കിയിട്ടുണ്ടോ? 75+. ഓക്കെ, ഇല്ല. 74 ഉണ്ടോ? 74 ഇല്ല. 73 ഉണ്ടോ? 73 ഇല്ല. ഓക്കെ, 72 ഉണ്ടോ? 72. ശിവപ്രിയ, അർച്ചന 72 ഉണ്ട്. ഓക്കെ, 71 ഉണ്ടോ? 71 ഇല്ല. ഓക്കെ, 70. നമുക്ക് ടോപ്പ് ആരൊക്കെ നോക്കാം. രജിൽ 70 ഉണ്ട്, അനലക്ഷ്മി 70, 3 സുധി 70 ഉണ്ട്. ഓക്കെ, നിമിഷ 70 മാർക്കുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 55 മാർക്ക് നിങ്ങൾ ഇതിൽ വാങ്ങണം. 55 നിങ്ങൾ വാങ്ങണം. ഓക്കെ, 55 വാങ്ങണം. ഓക്കെ, 55 മുകളിലോട്ടുള്ള എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തോ. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ പറയാം. ലെഫ്റ്റ് ആയിരിക്കും. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ പറയും. ഓക്കെ, ശരി. ഓക്കെ.